ഗായ്സ്, അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുടങ്ങിയാലോ? അങ്ങനെ നമ്മുടെ നായകന്മാർ അതൊക്കെ ചിന്തിച്ചു. നമ്മുടെ നായകന്മാർ സത്യം പറഞ്ഞാൽ അവളുമാരെ, അതായത് നമ്മുടെ നായകന്മാരെ നോക്കാനുള്ളതല്ല, അമ്മമാർ അടുത്ത സിനിമ കാണാൻ അടുത്തതാണ് കേട്ടോ. നമ്മളെ അമ്മമാർ നല്ലതായിട്ട് പറ്റിച്ചു. എന്തായാലും അമ്മമാർ പാവങ്ങളായതുകൊണ്ട് പറ്റിപ്പൊക്കെ കയറ്റി വാങ്ങുന്നു. അതേസമയത്ത് നമ്മുടെ നായകന്മാർ രാത്രി ചിന്തിക്കുക, അവന്മാരെ മുഖം നമുക്ക് പപ്പടം കണക്ക് പൊള്ളിച്ചെടുക്കാം. അതേടി പൊള്ളിച്ച് അവൻ്റെ മുഖം എനിക്ക് ഒരു പന്തിൻ്റെ അത്രയാക്കണം എനിക്ക്. നീ ഒന്ന് മിണ്ടായിരുന്നേ, കിടന്ന് ഉറങ്ങിക്കുക എല്ലാം കൂടെ. ഇതുവരെ അതൊന്നും വിട്ടില്ല. പ്ലീസ് ഒന്ന് പോയി കിടന്ന് ഉറങ്ങ്. നാളെ നമുക്ക് ഇവിടെ പോവേണ്ടയാ. ഇവിടെ നിന്ന് പോകാൻ കുറേ ദൂരം ഉണ്ടടി. പ്രത്യേകിച്ച് ഇവിടെ കാറൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ സ്കൂട്ടി അടിച്ച് പോകണമെങ്കിൽ കുറേ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ സിറ്റിയിലേക്ക് മാറേണ്ടി വരും. ആണോ? അപ്പോൾ നാളെ തന്നെ പോകാം. നാളെ പാക്കേജൊക്കെ പാക്ക് ചെയ്തിട്ട് നമുക്ക് മറ്റന്നാൾ പോവാം. അല്ലെങ്കിൽ നാളെ ഒരു 2 മണിക്ക് ഇറങ്ങിയാൽ ഒരു 6 മണിയാകുമ്പോൾ അവിടെ എത്തും. അതെന്താ ചേച്ചി, നമ്മൾ ഓട്ടോയിലാണ് പോണേ? ഓട്ടോയിലോ? കാറില്ലേ? കാർ പഠിക്കാൻ നിൻ്റെ പൈസ ഉണ്ടോ അടി? കാറിന് പൈസ കൊടുക്കാൻ? ഇല്ല. പിന്നെ എന്താ കുഴപ്പം? നോക്ക് ഉണ്ടായിരുന്നേ നീ. പോവാ ബാ. അങ്ങനെ അവർ കിടന്നുറങ്ങി. പിറ്റേന്നായി. അവൻ്റെ വീട്ടിലൊരു ആദ്യമായിരുന്നു ഇന്ന സാധനങ്ങൾ എടുത്തോ എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും അതൊക്കെ കഴിഞ്ഞു. അവർ ലഗേജൊക്കെ പാക്ക് ചെയ്തു. അവർ ഓട്ടോയിൽ കയറിയിരുന്നു. അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നായകന്മാരെ കാണിക്കേണ്ടത്. നായകന്മാർ വഴി കൂടെ പോയിരുന്നപ്പോൾ കുറേ ബുള്ളറ്റ് വന്നു. നായകന്മാരുടെ 3 പേര് ഒരുമിച്ചാണ് കേട്ടോ. ഓഫീസിൻ്റെ പകുതി വഴി ഒരുമിച്ച് പിന്നെ അങ്ങോട്ട് പിരിയാണ്. അപ്പോൾ ആ ഒരുമിക്കുന്ന വഴി തന്നെ ഇവന്മാരെല്ലാം കൂടെ വന്ന് ബൈക്ക് വിട്ട് ചുറ്റി അങ്ങനെ അവിടെ അടിയടക്കുകയാണ്. നമ്മുടെ നായകന്മാർ അതേ വഴിയെ തന്നെയാണ് വരുന്നത്. നായകന്മാരിങ്ങനെ ചിന്തിക്കുകയാണ്, ഇവിടെ എന്താ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി നോക്കിയാണ്. ഇവിടെ എന്താ ചേച്ചി പ്രശ്നം? എനിക്കറിയില്ല മോളെ, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വന്നാലോ? പോയി നോക്കിയിട്ട് വാ. ചേച്ചി കൂടെ വാ. വരുന്നു. അങ്ങനെ നമ്മുടെ 7 നായകന്മാരും കൂടെ പോവുകയാണ്. നായകന്മാരെ അവിടെ ചെന്ന് നമ്മുടെ 3 നായകന്മാരെ തട്ടിപ്പോയി. കാരണം നമ്മളുടെ 3 നായകന്മാർ അതിനകത്തുണ്ടല്ലോ. എന്തൊരടി അടിക്കുന്നതെന്നറിയും, മാസടി. അപ്പോൾ ഇതൊക്കെ കണ്ട് നെട്ടിയിരിക്കുകയാണ് നമ്മുടെ പ്രിയ കൊച്ച്. ഇംപ്രസ്ഡായി. നമ്മുടെ കുക്കിയിൽ ഇംപ്രസ്ഡായി മക്കളെ. സ്റ്റിയറിങ്ങാണ്. അവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സുഖം. നമ്മൾ കൃഷ്ണയാണെങ്കിൽ അവനെ ഉണ്ടക്കണ്ട് വെച്ച് വിഴിച്ച് നോക്കിയാണ്. ഇവനിങ്ങനെയൊക്കെ അറിയാവോ, ഇവനിങ്ങനെയൊക്കെ അടിക്കാനൊക്കെ അറിയാവോ എന്നൊക്കെ പറഞ്ഞു. നമ്മളുടെ അനു ആണെങ്കിൽ നമ്മളുടെ അർജുൻ്റെ അടിയിൽ, അതായത് അടികൂടലിൽ ഫ്ലാറ്റായി. അവനെ മാത്രം ലവ് ഫസ്റ്റ് സൈറ്റ് അല്ല, ഇത് സെക്കൻഡ് സൈറ്റ് എന്നേ പറയാൻ പറ്റൂ. അത് 2 എണ്ണത്തിനും സെക്കൻഡ് സൈറ്റ് എന്നേ പറയാൻ പറ്റൂ. കാരണം നമുക്കറിയാലോ, നമ്മളുടെ നായകന്മാരുടെ സെക്കൻഡ് സൈറ്റല്ലേ വരൂ. ആദ്യത്തെ സൈറ്റ് തന്നെ അടി കൂടിയില്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അർജുൻ്റെയും കല്യാണിൻ്റെയും കണ്ണ് നമ്മുടെ നായകന്മാരിൽ പോയി. അവൾമാരെ നോക്കിക്കൊണ്ടാണ് അടി കൂടുന്നത് കേട്ടോ. ഇടയ്ക്ക് വെച്ച് അടിയൊക്കെ കിടുമ്പോൾ അവൾമാരുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ അവന്മാരെ വീണ്ടും അങ്ങോട്ട് നോക്കി അടിച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ നായകന്മാരെ നോക്കും. അങ്ങനെയാണ് നമ്മുടെ വിക്രം അവസാനം കണ്ടു കേട്ടോ. നായിക ഇങ്ങനെ കണ്ണു പിടിച്ച് നമ്മുടെ നായകനെ തുറിച്ച് നോക്കുന്നത്. ഇവളെന്തിനാ എന്നെ തുറിച്ച് നോക്കുന്നത്? എനിക്ക് ഇനി മതിയായില്ലേ പറഞ്ഞ് ഒരുത്തനെ എടുത്തെറിഞ്ഞു കേട്ടോ. ആരവ് ഒരുത്തനെ എടുത്തെറിഞ്ഞു. അത് നേരെ ചെന്ന് വീണതോ നമ്മുടെ പള്ളിയുടെ മുമ്പിൽ. അയ്യോ, ഇതെന്താ സാധനം ഇത്? തനിക്ക് നോക്കി എറിഞ്ഞൂടേടോ. എൻ്റെ പുറത്തെ കളി കാലമാടം വീട്ടിരുന്നെങ്കിൽ എൻ്റെ നടു ഒടിഞ്ഞേനല്ലോ. താൻ നോക്കി അടിക്കുക, ഞങ്ങൾക്കോട്ട് മാറിയിരിക്കാം. അടിക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഇതൊക്കെ എന്ത് പാടേ? ഞങ്ങൾക്കിങ്ങനെ അറിയാം. അങ്ങനെ അവരിങ്ങനെ പോയി. അവസാനം അടുത്തത് നമ്മുടെ ജിന്നാണ്. ജിന്നിങ്ങനെ കിടക്കുകയാണ്. ജിന്നിങ്ങനെ അവന്മാരെയൊക്കെ അടിച്ചിരുന്നതിൻ്റെ ഒരുത്തൻ ചവിട്ട് വന്ന് ദൂരെ പോയി അവൻ്റെ പിറത്തോട്ട് അങ്ങോട്ട് വീണു. അവളാണെങ്കിൽ അവരെ ചെവിക്കുറ്റി അടിച്ച ഒറ്റപ്പറി. ആ ചെവിക്കുറ്റി തന്നെ 2-3 പല്ലിങ്ങളവി വീണു കേട്ടോ. അമ്മാരി അടിയാണ് അടിച്ചത്. 2-3 പല്ലിങ്ങളവി വീണു. ആ ചെവിക്കുറ്റിയുടെ അടിയിൽ തന്നെ 2-3 വീണു. ഇതൊക്കെ കണ്ട് കിളി പോയിരിക്കുകയാണ് നമ്മളെ ജിന്ന്. എൻ്റെ ദൈവമേ, ഇവളുടെ ഒരു അടിക്ക് ഇത്രയും ശക്തിയോ എന്നൊക്കെ പറഞ്ഞ്
നമ്മുടെ നായകൻ, അതായത് നമ്മുടെ ജഗത് ഇമ്പ്രസ്ഡ് ആയിരിക്കുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല. തനിക്കെന്താണ് കണ്ണ് കണ്ടുകൂടേടോ? ഓ, ഇവനെയൊക്കെ എൻ്റെ പുറത്തോട്ട് അടിച്ചിട്ടാ ഞാൻ തൊന്നായിട്ട് ചവിട്ടി ഊറക്കിടും കേട്ടോ. വാടി നമുക്ക് പോവാം. നിൽക്കേച്ചി നിൽക്കുക, നമുക്കതൊന്ന് കണ്ടിട്ട് പോവാന്നേ. കോഴി, ഞാൻ കോഴിയൊന്നും അല്ല, ഞാൻ ആദ്യമായിട്ടല്ലേ ഇത് പറയുന്നേ. അപ്പം മോൾക്ക് ഇമ്പ്രസ്ഡ് ആയി പോവാണേ. ഇവൾക്കൊക്കെ ഇമ്പ്രസ്ഡ് ആവണമെങ്കിലേ ഈ ജന്മത്തി അവന്മാരുടെ കഥ പോക്ക. ചേച്ചി പോവണ്ണേ, എണീറ്റ് വാ നമുക്ക് പോവാം. ചേച്ചി ഇതേ ഇപ്പം തന്നെ 5:30 കഴിഞ്ഞു. 6 മണിക്ക് അവിടെ കയറിയില്ലെങ്കിൽ പിന്നെ നമുക്ക് കയറാൻ ഒരു മൂഡും ഉണ്ടാവില്ല. കാരണം പിന്നെ അങ്ങോട്ട് അഴിക്കക്കാലവാ ചേച്ചി. ശരിയാണല്ലോ, ഇവന്മാരിങ്ങനെ അടിയുണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ നമ്മുടെ അർച്ചന ഇങ്ങനെ നോക്കിയാണ് ഈ ഹോബിച്ചിൻ്റെ അടി. ഹോബിച്ചിൻ്റെ അല്ല, നമ്മുടെ മാധവിൻ്റെ അടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാധവ് അടിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിയാണ് ഇവൻ എങ്ങനെയൊക്കെയാണ് അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ്. നമ്മുടെ നായിക സത്യത്തിൽ ഒരു ഡാൻസ് ടീച്ചറൊക്കെയാണ് കേട്ടോ. ഡാൻസ് കളിക്കും, പാട്ട് പാടും, എല്ലാം പാടും. അപ്പോൾ നായിക ടീച്ചർ എന്താ പറയുക, എന്തായാലും നായിക ഇങ്ങനെ നോക്കിയാണ് ഓരോ സ്റ്റെപ്സും. നമ്മളെ നായികയ്ക്കൊക്കെ അടിക്കാനൊക്കെ ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കാം നായിക ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാണ്. അപ്പം അതേ ഒരുത്തൻ സാരംഗ് തള്ളി വിട്ടത് ദേ വന്ന് നമ്മളുടെ അർച്ചനയുടെ പുറത്തോട്ട് വീഴാൻ പോയതും അർച്ചന മാറി. നമ്മളുടെ കല്യാണിയായിരുന്നു പിറകിൽ നിന്നത്. കല്യാണിയുടെ പുറത്ത് വീഴാൻ പോയതും കല്യാണി അവൻ്റെ ചെറുക്കുറ്റി നോക്കി ഒന്ന് വീണ്ടും പൊട്ടിച്ച്. അങ്ങനെ അവൻ കരഞ്ഞു ചെന്ന് താഴെ അപ്പുറത്തെ സൈഡിലോട്ടാണ് വീണത്. എന്തായാലും നമ്മുടെ നായകന്മാരുടെ പുറത്ത് സ്പർശിക്കാതെ അവന്മാർ വീണല്ലോ. ആരുടെ ഒരാളുടെ പുറത്ത് സ്പർശിച്ചില്ലേ, അവന് കിട്ടുകയും ചെയ്തു തോന്നല്ലേ പല്ല് പോകെ. എന്തായാലും പോട്ടെ. അങ്ങനെ നായകന്മാരുടെ ഈ അടിയൊക്കെ കണ്ട് അവന്മാർ അന്തം വിട്ടുപോയി. നമ്മുടെ നായകന്മാർ എന്തായാലും പരസ്പരം അന്തം വിട്ട് നിൽക്കുകയല്ലേ. എന്തായാലും നായകന്മാർ ഇവന്മാർ അന്തം വിട്ട് നിൽക്കുന്ന സമയം കൊണ്ട് സ്ഥലം കറിയാക്കി പോയി കേട്ടോ. എന്താവാനാ, സ്ഥലമൊക്കെ കറിയാക്കി അവർ പോയി കിട്ടി. എന്താ നമ്മുടെ നായകന്മാർ ഇപ്പോഴും അവിടെ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്നാണ് നമ്മൾ കല്യാൺ ഒരു സ്വപ്നത്തിൽ നിന്ന് വന്നത്. എടാ ചേട്ടാ, അവളുമാർ പോയി, ഇപ്പം 6 മണിയായി നോക്ക്. ശരിയാണല്ലോ, 6 മണിയായി. അരമണിക്കൂർ ആരെ നോക്കിക്കൊണ്ടാടാ നമ്മൾ ഇവിടെ ഇരുന്ന്. അയ്യേ, ഇവന്മാരെ കൊണ്ട് വാടാ നമുക്ക് പോവാം. അങ്ങനെ അവർ വീട്ടിൽ പോയി. നമ്മുടെ നായകന്മാർ വീട് കണ്ടപ്പോഴാണ് ഇതെന്ത് പാടി, ഇത് പ്രേതാലയമോ, അമ്മാരി മാറാലയൊക്കെ പിടിച്ചാണ് കിടക്കുന്നത്. നമ്മുടെ നായകന്മാരെ അന്നത്തെ വിളക്ക് എത്തിപ്പോയും മുടങ്ങി, എല്ലാം മുടങ്ങി. നായകന്മാർ അതിനകത്ത് കയറി അവിടെ ഫുള്ള് വൃത്തിയാക്കി. ഫുള്ള് വൃത്തിയാക്കി ഒരു സുന്ദരം വീടാക്കി. സത്യം പറഞ്ഞാൽ അത് നമ്മുടെ നായകന്മാരുടെ അസിസ്റ്റൻസിനുള്ള വീടാണ്. അങ്ങ് ദൂരേനൊക്കെ വരുന്നവർ കാണുമല്ലോ, അങ്ങനെ ഉള്ളവർക്ക് നമ്മുടെ കമ്പനിയുടെ അടുത്ത് തന്നെ ഉള്ള വീടാണ്. 3 കമ്പനികൾ അടുത്തൊക്കെയാണ്, പക്ഷെ വേറെ വഴിയെ പോകാൻ പറ്റും. അങ്ങനൊരു പാടാണുള്ളത്. അങ്ങനെയുള്ള ഒരു വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നമ്മളുടെ നായകന്മാരുടെ അടിയിലാണ് നമ്മളുടെ നായകന്മാർ പോകാൻ പോണത്. അതായത് നമ്മുടെ നായകന്മാർ ജോലി ചെയ്യാൻ പോണത് എന്തൊക്കെയാവോ എന്താ നമുക്ക് കണ്ട് ഫൺ കിട്ടിയാൽ പോരേ. വാ നമുക്ക് നോക്കാം. എടി എനിക്ക് നാളെ ഇനി പോകണോ? നാളെ അല്ലടി, ഒരാഴ്ച കഴിഞ്ഞേ ഉള്ളൂ. ഒരാഴ്ച കഴിഞ്ഞ് ജോയിൻ ചെയ്താൽ മതി. ആണോ? അപ്പോൾ പിന്നെ നാളെ ഫുള്ള് ഉറക്കാം. എന്ത് പറയുന്നു? ഉറങ്ങാം. വരൂ. ഇങ്ങനെ ഒരു ഉറക്കപ്രാന്തി. എന്തായാലും ഉറങ്ങാം. അങ്ങനെ അവരുറങ്ങാൻ പോയിട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നാൽ മതിയോ? നമുക്ക് ഉറങ്ങയൊക്കെ വേണ്ടേ? ഉറങ്ങണം, വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാല്ലേ. എന്തായാലും ഞാൻ ഇത്തിരി നേരം കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പം പിന്നെ ആർമീസ് ബൈ സാരംഗേ.